ഇന്ത്യയിൽ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം ആധാർ കാർഡ് ഒരു സാധാരണ തിരിച്ചറിയൽ രേഖ എന്നതിലുപരി അവൻ്റെ സാമ്പത്തിക, സാമൂഹിക, പൗര ജീവിതത്തിലേക്കുള്ള താക്കോലാണ്. സ്കൂൾ പ്രവേശനം മുതൽ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനും സിം കാർഡ് എടുക്കുന്നതിനും സർക്കാർ സബ്സിഡികൾക്കും ചില ആശുപത്രി ചികിത്സകൾക്ക് പോലും ഇന്ന് ആധാർ നിർബന്ധമാണ്. നവജാത ശിശുക്കൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ ഓരോ ഇന്ത്യൻ പൗരനും ഒഴിച്ചുകൂടാനാവാത്ത രേഖയായി ഇത് മാറിക്കഴിഞ്ഞു. എന്നാൽ ആധാർ എൻറോൾമെന്റിനോ നിലവിലുള്ള വിവരങ്ങൾ പുതുക്കുന്നതിനോ ഒരു ആധാർ സേവാ കേന്ദ്രത്തിൽ പോകുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഏറ്റവും വലിയ തലവേദന ഏത് രേഖയാണ് സ്വീകാര്യം എന്ന ചോദ്യമാണ്. പലപ്പോഴും സാധുതയില്ലാത്ത രേഖകളുമായി പോവുകയും അപേക്ഷ നിരസിക്കപ്പെടുകയും ചെയ്യുന്നത് സാധാരണ കാഴ്ചയായിരുന്നു. ഈ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്നോണം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്ന രേഖകളുടെ പട്ടിക പരിഷ്കരിച്ച് ലളിതവൽക്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ നിയമങ്ങൾ എന്തെല്ലാമാണെന്നും അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് വിശദമായി നോക്കാം. ആധാർ നിയമങ്ങൾ കാലാകാലങ്ങളിൽ പരിഷ്കരിക്കപ്പെടുന്നത് രാജ്യത്തെ ജനസംഖ്യയുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ നിറവേറ്റാനാണ്. ഉദാഹരണത്തിന്, ഒരിടത്ത് വിലാസം തെളിയിക്കാൻ കൃത്യമായ വാടക കരാർ ലഭ്യമാകുമ്പോൾ മറ്റൊരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ, പഞ്ചായത്ത് നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമായിരിക്കും ലഭ്യം. പഴയ പട്ടികകൾ പലപ്പോഴും ചില വിഭാഗം ആളുകൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർ, തടവുകാർ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ എന്നിവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പുതിയ പരിഷ്കരണത്തിന്റെ കാതൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സർക്കാരിന്റെ മറ്റ് ഡിജിറ്റൽ സംരംഭങ്ങളുമായി ആധാറിനെ കൂടുതൽ സമന്വയിപ്പിക്കുക എന്നതാണ്. ഇലക്ട്രിസിറ്റി ബില്ല് പോലുള്ള പരമ്പരാഗത രേഖകൾക്കപ്പുറം സർക്കാർ നൽകുന്ന ഡിജിറ്റൽ രേഖകൾക്കും പെൻഷൻ കാർഡുകൾക്കും പ്രാദേശിക അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾക്കും ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്. ഇത് ഒരു രാജ്യം ഒരു തിരിച്ചറിയൽ രേഖ എന്ന ആശയത്തിലേക്ക് കൂടുതൽ അടുക്കാൻ സഹായിക്കുന്നു. UIDAI രേഖകളെ പ്രധാനമായും 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇവ ഓരോ വിഭാഗത്തിനും കീഴിൽ സ്വീകാര്യമായ രേഖകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ആധാർ എൻറോൾമെന്റിനോ വിവരങ്ങൾ പുതുക്കുന്നതിനോ ആയി സമർപ്പിക്കേണ്ട തിരിച്ചറിയൽ രേഖ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി വിഭാഗത്തിൽ അപേക്ഷകന്റെ പേരും ഫോട്ടോയും ഒരുപോലെ ഉൾപ്പെടുന്ന രേഖകളാണ് ആവശ്യപ്പെടുന്നത്. ഈ വിഭാഗത്തിൽ UIDAI അടുത്തിടെ വരുത്തിയ പരിഷ്കരണങ്ങൾ സാധാരണക്കാർക്ക് വളരെ പ്രയോജനകരമാണ്. ഉദാഹരണത്തിന്, മുതിർന്ന പൗരന്മാർക്കും പെൻഷൻകാർക്കും ഇനി മുതൽ പെൻഷൻ കാർഡോ പെൻഷൻ പേയ്മെന്റ് ഓർഡറോ തിരിച്ചറിയൽ രേഖയായി സമർപ്പിക്കാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ നൽകുന്ന ഫോട്ടോ പതിച്ച ഔദ്യോഗിക ID കാർഡുകൾക്ക് കൂടുതൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. കൂടാതെ 2019 നിയമപ്രകാരമുള്ള ട്രാൻസ്ജെൻഡർ, തേർഡ് ജെൻഡർ ID കാർഡുകൾ ലിംഗഭേദം പുതുക്കുന്നവർക്ക് നടപടികൾ എളുപ്പമാക്കും. സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ആശ്വാസമായി ഫോട്ടോ പതിച്ച SC, ST, OBC ജാതി സർട്ടിഫിക്കറ്റുകളും ഇപ്പോൾ സ്വീകാര്യമാണ്. ഡിജിറ്റൽ വൽക്കരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഫോട്ടോ പതിച്ച ഡിജിറ്റൽ റേഷൻ കാർഡുകൾ അഥവാ പൊതുവിതരണ സമ്പ്രദായ കാർഡുകൾ സമർപ്പിക്കാനും അവസരമുണ്ട്. ഈ ഇളവുകൾ കാരണം ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള പരമ്പരാഗത രേഖകൾ ലഭ്യമല്ലെങ്കിൽ പോലും പുതുക്കിയ ലിസ്റ്റിലെ MGNREGA, ജോബ് കാർഡ് പോലുള്ള രേഖകൾ ഉപയോഗിച്ച് ആധാർ വിവരങ്ങൾ എളുപ്പത്തിൽ പുതുക്കാൻ സാധിക്കും. വിലാസം സ്ഥിരീകരിക്കുന്നതിനായി UIDAI അംഗീകരിക്കുന്ന പ്രൂഫ് ഓഫ് അഡ്രസ് രേഖകളിൽ ഇപ്പോൾ ശ്രദ്ധേയമായ നിരവധി ഇളവുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി യൂട്ടിലിറ്റി ബില്ലുകൾ, വൈദ്യുതി, വെള്ളം, ഗ്യാസ്, ബ്രോഡ്ബാൻഡ്, ലാൻഡ് ലൈൻ ബിൽസ് എന്നിവ സ്വീകരിക്കുന്നതിൽ മാറ്റം വന്നിരിക്കുന്നു. ഇവ കഴിഞ്ഞ 3 മാസത്തിനുള്ളിലെ ബില്ലുകളായിരിക്കണം. കൂടാതെ സീലും ഒപ്പും പതിച്ച ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ 3 മാസത്തെ സ്റ്റേറ്റ്മെന്റ് വിലാസം തെളിയിക്കുന്ന രേഖയായി അംഗീകരിക്കും. ഇൻഷുറൻസ് പോളിസികൾ ആണെങ്കിൽ പോളിസി നൽകി 1 വർഷം വരെ സാധുതയുള്ള രേഖകളും ഇപ്പോൾ സ്വീകാര്യമാണ്. ഇത് താൽക്കാലിക വിലാസങ്ങൾ തെളിയിക്കുന്നവർക്ക് ഏറെ സഹായകമാകും. ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശ പൗരന്മാർക്കായി അവരുടെ താമസം തെളിയിക്കുന്ന FRRO റെസിഡൻഷ്യൽ പെർമിറ്റുകളും പ്രൂഫ് ഓഫ് അഡ്രസ്സായി പരിഗണിക്കുന്നതാണ്. ജനന തീയതി തെളിയിക്കുന്ന രേഖകളുടെ അംഗീകാരം UIDAI വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജനന തീയതി സ്ഥിരീകരിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നതും സ്ഥിരീകരിക്കുന്നതുമായ രേഖ. ഇതിനു പുറമെ പാസ്പോർട്ട്, ഏതെങ്കിലും ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയും അംഗീകൃതമാണ്. കൂടാതെ UIDAI അംഗീകരിച്ച ഫോർമാറ്റിൽ ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ തഹസിൽദാർ നൽകുന്ന ജനന തീയതി വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റുകളും പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആയി സ്വീകരിക്കാവുന്നതാണ്. ആധാർ എൻറോൾമെന്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആവശ്യങ്ങൾക്കായി പ്രത്യേകിച്ച്
കുടുംബനാഥനെ ഹെഡ് ഓഫ് ദി ഫാമിലിയെ ആശ്രയിച്ച് കുട്ടികൾക്കോ ആശ്രിതർക്കോ ആധാർ എടുക്കുമ്പോൾ കുടുംബ ബന്ധം തെളിയിക്കുന്ന രേഖ പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ് അനിവാര്യമാണ്. ഈ പ്രക്രിയ ലളിതമാക്കുന്നതിനായി UIDAI ചില സുപ്രധാനവും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതുമായ രേഖകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം സർക്കാർ നൽകുന്ന കുടുംബ ബന്ധ സർട്ടിഫിക്കറ്റ് ആണ്. ഭാര്യ, ഭർത്താവ്, മക്കൾ തുടങ്ങിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഈ സർട്ടിഫിക്കറ്റ് സഹായകമാകും. കൂടാതെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ വ്യക്തമാക്കി രേഖപ്പെടുത്തിയ MGNREGA ജോബ് കാർഡ് മറ്റൊരു അംഗീകൃത പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ് രേഖയായി ഇപ്പോൾ ഉപയോഗിക്കാം. അച്ഛനമ്മമാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് കുട്ടിയുടെ നിയമപരമായ സംരക്ഷണം തെളിയിക്കുന്നതിന് കോടതി ഉത്തരവുകളും ഈ ആവശ്യത്തിനായി സ്വീകാര്യമാണ്. കുട്ടികളുടെ ആധാർ നടപടികൾ ലളിതമാക്കുന്നതിനായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ബാല ആധാർ, അതായത് ബ്ലൂ ആധാർ എന്നറിയപ്പെടുന്ന പ്രത്യേക സംവിധാനമാണ് നിലവിലുള്ളത്. ഈ പ്രായത്തിൽ കുട്ടികളിൽ നിന്ന് ബയോമെട്രിക് വിവരങ്ങൾ, വിരലടയാളം, കണ്ണിന്റെ ഐറിസ് സ്കാൻ രേഖകളൊന്നും ശേഖരിക്കില്ല. എൻറോൾമെന്റിനായി കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് മതിയാകും. അല്ലെങ്കിൽ കുടുംബനാഥനെ അടിസ്ഥാനമാക്കിയുള്ള എൻറോൾമെന്റ് രീതി തിരഞ്ഞെടുക്കാം. ഇതിന് മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും ആധാർ കാർഡും കുട്ടിയുമായുള്ള ബന്ധം തെളിയിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖയും ഹാജരാക്കിയാൽ മതി. 5 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് മുതിർന്നവർക്ക് നിശ്ചയിച്ചിട്ടുള്ളതുപോലെ തിരിച്ചറിയൽ രേഖ, വിലാസം തെളിയിക്കുന്ന രേഖ, ജനന തീയതി രേഖ എന്നിവയിൽ ഏതെങ്കിലും ഹാജരാക്കേണ്ടതുണ്ട്. ഈ രേഖകൾ ലഭ്യമല്ലെങ്കിൽ അവർക്കും ഹെഡ് ഓഫ് ദി ഫാമിലി അടിസ്ഥാനമാക്കിയുള്ള എൻറോൾമെന്റ് അനുവദനീയമാണ്. എങ്കിലും ഒരു പ്രധാന മുന്നറിയിപ്പ് എന്ന നിലയിൽ 5 വയസ്സിന് താഴെ എടുക്കുന്ന നീല ആധാർ കുട്ടിക്ക് 5 വയസ്സ് തികയുമ്പോഴും പിന്നീട് 15 വയസ്സ് തികയുമ്പോഴും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട്. ആധാർ നടപടിക്രമങ്ങൾ കൂടുതൽ പൗരന സൗഹൃദമാക്കുന്നതിൽ UIDAIയുടെ ഈ പരിഷ്കരിച്ച പട്ടിക ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ്. ഇതിലൂടെ രേഖകൾ സമർപ്പിക്കുന്ന പ്രക്രിയ വിവിധ വിഭാഗം ജനങ്ങൾക്ക് ലളിതമായി. മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ രേഖകൾ അംഗീകരിച്ചത് പുതിയ രേഖകൾക്കായി നെട്ടോട്ടം ഓടേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കി വലിയ ആശ്വാസമേകി. അതുപോലെ ഗ്രാമീണ മേഖലകളിലെ ജനങ്ങൾക്ക് MGNREGA ജോബ് കാർഡ്, ഡിജിറ്റൽ PDS കാർഡ്, പ്രാദേശിക അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ തിരിച്ചറിയൽ വിലാസ രേഖകളായി ഉപയോഗിക്കാനുള്ള അനുമതി ലഭിച്ചത് നടപടികൾ എളുപ്പത്തിലാക്കി. കൂടാതെ ഡിജിറ്റൽ രേഖകൾക്ക് അംഗീകാരം നൽകിയത് രാജ്യത്തെ ഡിജിറ്റൽ വൽക്കരണ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുകയും നടപടികളുടെ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങളെല്ലാം ചേർന്ന് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആധാർ എൻറോൾമെന്റും അപ്ഡേറ്റുകളും കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കുന്നു. ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോകുന്നതിന് മുൻപ് അപേക്ഷകർ പുതിയ പട്ടികയിലെ ആവശ്യമായ രേഖകൾ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ ഒറിജിനൽ കോപ്പികൾ കൈവശം വെച്ചാൽ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഈ പുതിയ നിയമങ്ങൾ എല്ലാവർക്കും ആധാർ, എളുപ്പത്തിൽ ആധാർ എന്ന UIDAIയുടെ കാഴ്ചപ്പാടിന് ശക്തി പകരുന്നു. ഓരോ പൗരനും അവന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ തിരിച്ചറിയൽ രേഖകൾ ഒരു തടസ്സമാകരുത് എന്ന തത്വമാണ് ഈ പരിഷ്കരണത്തിലൂടെ ഊട്ടിയുറപ്പിക്കുന്നത്.